നമുക്ക് ഇൻട്രോ പറയാനൊക്കെ പുതിയ ആളെ കിട്ടിയിട്ടുണ്ട്. അളിയനും അബിയും കൂടി മന്തി ഉണ്ടാക്കാനായിട്ടുള്ള സാധന സാമഗ്രികളുമായി എത്തിയിരിക്കുന്നു. ഇന്ന് ഫുൾ കിച്ചൺ അവർക്കുള്ളതാണ്. കമോൺ ഗൈസ്. അതാരാ ഒളിഞ്ഞു നോക്കുന്നത്? അങ്ങനെ അവർ വന്ന ഉടനെ അക്കതാ ചിക്കൻ എല്ലാം കഴുകി അങ്ങ് വൃത്തിയാക്കി. അളിയനപ്പോൾ ദാ മിക്സിംഗ് പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്തൊക്കെ ആദ്യം ചേർത്തെന്നൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഈ പരിപാടി എത്തിയപ്പോഴും അവിടെ ഞാൻ വേറെ ഏതോ ദിക്കി കൂടെ അങ്ങ് പൊക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ദാ ചിക്കനിൽ ക്യാപ്സിക്കും മല്ലിയിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് ചേർത്തത് മാഗി ക്യൂബ്സ് ആണെന്ന് മനസ്സിലായി. എന്തൊക്കെയോ വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അക്ക ഇപ്പോൾ UK യിലാണ്. നാട്ടിലിപ്പോൾ 1 മാസത്തേക്ക് ലീവിന് വന്നേക്കാണ്. ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ അക്ക മന്തി ഉണ്ടാക്കിയ കാര്യം എന്നോട് പറഞ്ഞു. അളിയൻ പഠിപ്പിച്ചു കൊടുത്തതാണെന്ന്. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതായിരുന്നു. അക്ക അടുത്താണ് നാട്ടിൽ വരുമ്പോൾ ജോസിനെ വിളിച്ച് ഒരു ദിവസം മന്തി വെപ്പിക്കണം. അതെന്തായാലും അളിയനെ സാധിച്ചു. അക്കനെ മന്തി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അളിയെ മുളക് പൊടി ഇടുന്ന കാര്യം പറഞ്ഞു കൊടുത്തില്ലെന്ന് പറഞ്ഞ പരാതിയായിരുന്നു അക്ക അവിടെ. പുള്ളി ഉണ്ടാക്കുന്ന അത്ര നന്നായിട്ട് ആരും ഉണ്ടാക്കാൻ മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കാത്തെന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയല്ലോ, അതിലൊന്നും ഏക്കാണ്ട് അളിയൻ പിന്നെ നിന്നെ ഇളക്കി അങ്ങ് നിന്നു. കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തതെന്ന് ന്യായമൊക്കെ അളിയൻ പറഞ്ഞെങ്കിലും ഞാൻ ഒന്നും വിശ്വസിച്ചിട്ടില്ല. പിന്നെ കുറച്ച് മന്തി മസാലയും കൂടെ അങ്ങോട്ട് നെസ്പൂൺ ഇട്ടിട്ട് അളിയൻ ഇട്ടുണ്ടെങ്കിൽ ഇളക്കി മറിച്ചങ്ങ് എടുത്തു. അതെന്തിടാ ഇത്ര മതിയാ? എന്ത് വീട്ടതിപ്പം? മന്തി മസാല, മദാരസ, മന്മദരസ. ഹായ്, നിങ്ങളെല്ലാം കറുപ്പെടുപ്പ്. ഊത്തടി ഊത്ത്. എവിടെയെങ്കിലും ആട്ടിയാ പോരാ, അമ്മേനെ വിളിച്ചെങ്കിലും ആട്ട ആട്ടിക്കാം. ഞങ്ങൾ രണ്ടും കൂടെ കൂടിയാലുള്ള അവസ്ഥ ഇതാണ്. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ UK-ക്കും ഹരിപ്പാട്ക്കും മന്തിയാണ് ഉണ്ടാക്കുന്നത്. പുറകെ വന്നത് ഏതാ? അടിവാതിലും തുറന്ന് വന്നേക്കോ കടവാ. അപ്പൊ നമ്മൾ മന്തിക്കുള്ള വെള്ളം എന്താ ഇവിടെ തിളച്ച് മറിയുന്നു. ഫോൺ താഴെ പോലെ ഭഗവാനെ. ഞങ്ങളുടെ അളിയൻ മന്തി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് പുള്ളി സൂപ്പർവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്റെ ചേച്ചി എന്റെ അമ്മയൊക്കെ കൂടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അളിയൻ ദുഷ്ട. വിഷമിക്കട്ടെ, ഞാൻ താന്നു അക്കെ ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളിൽ ഒരുപോലെ, പ്രത്യേകിച്ച് വർത്താനവും ബഹളവും ചിരിയും ചളിപറച്ചിലും കഥപറച്ചിലും എല്ലാം. ഞങ്ങൾ ഒരുപോലെ ആണെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരും ഏതാണ്ട് ഒരുപോലെ. അവർ രണ്ടുപേരും സൈലന്റ് ആണ്, ഞങ്ങൾ രണ്ടുപേരും വയലന്റ് ആണ്. ഞങ്ങൾ രണ്ടും കൂടെ കൂടി കഴിഞ്ഞാൽ അളിയരും അപ്പിക്ക് ഒരു രക്ഷയില്ല, താലക്ക് സ്വൈര്യം കിട്ടത്തില്ല. കൂട്ടത്തിൽ പിന്നെ അമ്മയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവസ്ഥ എന്താണെന്ന് വിവരിക്കേണ്ട ആവശ്യമില്ല. മന്തി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ഈ നിൽക്കുന്ന ക്രൂരനായ വ്യക്തി ഞങ്ങള് അരി എടുപ്പത്തിടാൻ വേണ്ടി പറഞ്ഞിട്ട് ഒറ്റ പോക്ക്. പുള്ളി സൂപ്പർവൈസർ ആണ് കിച്ചണില്ല. മന്തി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക. പുറകെ നിൽക്കുന്നവനുണ്ടല്ലോ, അവനാണ് വഴി കാട്ടി പോവാനായിട്ടുള്ളത്. അവസാനം എന്റെ ചേച്ചി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് മന്തി ഉണ്ടാക്കേണ്ട അവസ്ഥ. ആ രണ്ടെണ്ണത്തിന് നിപ്പ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ പറഞ്ഞതിലുള്ള സത്യാവസ്ഥ. വെള്ളം നിലച്ചെന്ന് കണ്ട പാടെ അളിയനെ അഭിനയം പിടിച്ച് അവിടെ തന്നെ നിർത്തി. ഇവർ പോയാൽ പിന്നെ കിട്ടാൻ പാടാം. അളിയാന്ന് വിളിക്കുന്ന അക്കയുടെ അനിയത്തിമാരിൽ ഒരേ ഒരാൾ ഞാനേ ഉള്ളൂ. പക്ഷെ എപ്പോഴും കലവിലാന്ന് പറഞ്ഞ അളിയാന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പൊ കാര്യമായിട്ട് വിളിച്ചാലും പുള്ളിക്ക് ഈ പുച്ഛഭാവമാണ്. പിന്നെ എന്റെ ആമിമോളാണെങ്കിൽ തലങ്ങും വിലങ്ങും എവിടേക്കോ വന്ന് എന്തൊക്കെയോ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നു. അപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ച് വല്ലതും വെച്ച് തരുമോ? അല്ലെങ്കിൽ ഈ നളഭാജത്തിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വല്ലപ്പോഴും കൂടി അച്ഛനോട് അടുക്കളക്കറി എന്തെങ്കിലും ഉണ്ടാക്കിയ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അഭി ഉണ്ടാക്കുന്ന 1-2 ഐറ്റംസ്. എന്നാ പിന്നെ അവർക്ക് പാചകം സ്ഥിരമാക്കി കൂടെ അല്ലേ? അളിയ ഇത് ഏതാ അവസ്ഥ? അവിടെ ചോറ് വേകുന്നു, ഇവിടെ ചിക്കൻ വേകുന്നു. ചിക്കൻ ഇപ്പൊ എടുത്ത് വേവിക്കാൻ വെച്ചുള്ളൂ. അതാന്ന് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേജ് എന്ന് ഉദ്ദേശിച്ചത്. ഇളക്കല്ലേ എന്ന് പറഞ്ഞ ഇളക്കാൻ എന്തൊക്കെയാണേലും പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. മസാലയൊക്കെ പുരട്ടിയ ചിക്കൻ അങ്ങ് വെന്ത് തുടങ്ങിയപ്പോ വന്ന ആ ഒരു അരോമയുണ്ടല്ലോ, എന്റെ അമ്മയെ എനിക്ക് മണം കൊണ്ടങ്ങ് നിക്കാൻ വയ്യ. കൊതി വന്നിട്ട് പാടില്ലായിരുന്നു. അപ്പൊ വെന്ത ചോറെല്ലാം കൂടെ അളിയനെടുത്ത് അങ്ങോട്ട് തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് മിക്കവാറും എന്നെയൊക്കെ കടത്തി വിട്ടുവിടും. അച്ഛനെയൊന്നും ഇഷ്ടമല്ല. അച്ഛനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ അളിയൻ ഇന്ന് പാചകത്തിൽ ഭരിപ്പിച്ച നാട് കടത്തിനെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അമ്മ. അച്ഛന് മന്തി ഇഷ്ടമല്ല, മന്തി കഴിക്കത്തും ഇല്ല, ഉണ്ടാക്കാനും അറിയത്തില്ല. എന്നാലും അച്ഛനെ അഭിപ്രായം എന്തായാലും പറഞ്ഞേനെ. ആ കൊട്ട് കേട്ട് മനസ്സിലാക്കിക്കോ ഏതാണ്ട് സെറ്റായി എന്നുള്ളത്. പച്ചമുളകൊക്കെ നമ്മളിങ്ങനെ കുത്തി നെസ്പൂണേറ്റ് ചെയ്യണം. അങ്ങനെ അളിയൻ പച്ചമുളക് എല്ലാം ചുറ്റുപാടും അങ്ങനെ കുത്തി നെസ്പൂണേറ്റ് ചെയ്ത് കഴിഞ്ഞു. മൊത്തത്തിൽ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു, അങ്ങ് കുതി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഫൈനൽ സ്റ്റേജിലേക്ക് അങ്ങ് എത്തി. അപ്പൊ അഭി പോയി കനലൊക്കെ അങ്ങ് ചൂടാക്കിക്കൊണ്ട് വന്ന് നമുക്ക് ചാർക്കോളൊന്നും കിട്ടില്ല, പെട്ടെന്നുള്ള പരിപാടി സെറ്റ് ചെയ്യലായിരുന്നു. അതവിടെ നിന്ന് പുകയട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവർ
ഒരു വെയിറ്റ് എല്ലാം എടുത്ത് വെച്ച് മാറിയ ഗ്യാപ്പിൽ ഇവിടെ ഒരു മുട്ട പ്രശ്നം. അക്ക മഞ്ഞക്കമ്പ് താഴെ വീഴാണ്ട് വെള്ളം മാത്രം പൊട്ടി ചോദിച്ചോണ്ടിരുന്ന സമയത്ത് അമ്മ അക്കക്ക് പൊട്ടിക്കാൻ അറിയാനിട്ടാന്ന് പറഞ്ഞ് മഞ്ഞ വെള്ളം എല്ലാം കൂടെ വെച്ച് അങ്ങ് കലക്കി എടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അവരത് പരിഹരിച്ചോണ്ടിരുന്ന ഗ്യാപ്പിൽ ഞാൻ എന്താ സാലഡിനുള്ളതെല്ലാം അറിയാൻ തുടങ്ങി. നമ്മളിനി ഒന്നും ചെയ്തില്ലെന്ന് വേണ്ടപ്പ. വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയപ്പോൾ ഇത് ഏതാണ്ട് സെറ്റായി. ആ ഗ്യാപ്പിൽ ഇവിടെ ഒരാൾ സാലഡ് നിറഞ്ഞു വെച്ചാൽ പയ്യെ പയ്യെ അങ്ങ് അകത്താക്കാൻ തുടങ്ങി. ഇതെല്ലാം വെച്ചു കൊടുത്തുന്ന നമ്മുടെ മന്തി സ്പെഷ്യലിസ്റ്റിന്റെ നിപ്പ് നോക്കിക്കേ. തങ്കപ്പനല്ലളിയാ നിങ്ങൾ, പൊന്നപ്പന. എല്ലാം കൂടെ കെട്ടിപ്പറക്കി വാരിക്കൊണ്ട് പോവാൻ നിൽക്കുവാണ് അമ്മ. ഇറങ്ങോട്ടല്ല, ഡൈനിങ് ടേബിളിലോട്ട്. അങ്ങനെ നമ്മുടെ മന്തിച്ചെമ്പ് പൊട്ടിക്കാനുള്ള സമയമായി. അങ്ങനെ മന്തി പൊട്ടിക്കാനെ അളിയനെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം ആദരവോടെ ഔദ്യോഗികമായി ക്ഷണിച്ചു. ഇനി അങ്ങനെ ക്ഷണിച്ചില്ലെങ്കിൽ പുള്ളി വന്നില്ലെങ്കിൽ നമുക്ക് വിശന്ന് പണ്ടാറടങ്ങി പോത്തില്ലേ. ആഹാ അളിയോ, നല്ല മണോ അളിയോ. നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു അളിയ? ഞാൻ പഠിപ്പിച്ചു അങ്ങനെ അക്കെ അനിനും കൂടി താല കൈമാറി കഴിഞ്ഞാൽ അക്കടെ കൈ പൊള്ളി കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അതാ വലിയ പാത്രത്തിലായോണ്ടാണ് ഒത്തിരി തോന്നണത് അല്ലേ? അല്ല, റൈസ് മാത്രം എനിക്ക് ആ ഫ്ലേവർ കൊതി വന്നിട്ടാ മുതലാളി. എന്താ പറയുന്ന ബി? ഭയങ്കര ടേസ്റ്റഡാ, നല്ല ഫ്ലേവർ. എന്തോ വിശപ്പിന്റെ വിളി വന്ന് തലക്കിട്ടെടുത്ത് തന്നപ്പോൾ നമ്മൾ ഇതാ കഴിക്കാൻ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് തികയില്ലെന്ന് തോന്നിയെങ്കിലും വലിയ പാത്രം ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു. ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് എനിക്ക് 2 ദിവസം വെച്ച് കഴിക്കാനും മാത്രം സാധനം മിച്ചം ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഇല്ലാഞ്ഞുകൊണ്ട് കഴിക്കാനിട്ട് മിച്ചം വന്നൊന്നും ആരും വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റ് ആയിരുന്നു. വയറ് പൊട്ടുന്ന രീതിയിൽ എല്ലാവരും കഴിച്ചു. ഞങ്ങളുടെ പൊന്നോളിന് ഇത്രയും കഴിവുള്ള കാര്യം ഇതുവരെ ആരും എന്നോട് പറഞ്ഞില്ല, ഞാനോട്ട് അറിഞ്ഞില്ല. നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നു. അമ്മയും കൂടെ നോക്കമ്മ. സമയമില്ല. ഞാൻ അവിടെ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് മിക്സിയും കാര്യങ്ങളും റെസിപ്പി ഇല്ലായിരുന്നു. ഞാൻ അതും കൂടെ വീഡിയോ ഇട്ടേനെ. അവർ കൂടെ ഉണ്ടായിരുന്നിട്ട് റെസിപ്പി വെച്ച് മനസ്സിലാക്കാനും ഗ്യാപ്പ് കിട്ടില്ല. കാര്യം ഒത്തിരി കഥ പറഞ്ഞ് തീർക്കാനുണ്ടായിരുന്നു എനിക്ക് വക്കും കൂടി. ഇത് ഞാൻ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ലോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മന്തിക്ക്. അമ്മ കൊള്ളാം. ഞാൻ ഹോംമേഡ് മന്തി കഴിക്കുന്ന ആദ്യം കേട്ടാ. റെസ്റ്റോറൻറ്റിൽ ഞാൻ വാങ്ങൂല. ഈ റെസിപ്പി എന്തായാലും വാങ്ങിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. വീഡിയോക്ക് എൻഡിങ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല. ഞങ്ങൾ പിന്നെ കുറെ റീൽ ഷൂട്ടിങ്ങും കഥ പറച്ചിലും ഒക്കെ ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുണ്ടാക്കി പിറ്റേന്ന് തന്നെ പോയി. വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾ UK എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇനി അടുത്ത ലീവിനൊക്കെ എത്തുന്നത് വരെ ഈ വീഡിയോ ഞങ്ങളുടെ മെമ്മറീസ് ആയിട്ട് അവിടെ കിടക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.